2025 ഡിസംബർ അയൽ രാജ്യമായ ബംഗ്ലാദേശ് വീണ്ടും ഒരു അഗ്നിപർവ്വതമായി മാറിയിരിക്കുന്നു. ഇത്തവണ കാരണം ഒരു മരണമാണ്. ഇൻക്വിലാബ് മഞ്ചയുടെ അമരക്കാരൻ, ഇന്ത്യക്കെതിരെയുള്ള കടുത്ത നിലപാടുകളിലൂടെ ശ്രദ്ധേയനായ യുവ നേതാവ് ഷരീഫ് ഉസ്മാൻ ഹാദി വെടിയേറ്റ് ചികിത്സയിലിരിക്കെ സിംഗപ്പൂരിൽ വെച്ച് ഹാദി മരണപ്പെട്ടതോടെ ബംഗ്ലാദേശ് തെരുവുകൾ കത്തുകയാണ്. ആരായിരുന്നു ഷരീഫ് ഉസ്മാൻ ഹാദി? എന്തിനാണ് അദ്ദേഹത്തിന്റെ മരണം ബംഗ്ലാദേശിനെ ഇത്രമേൽ പ്രകോപിപ്പിക്കുന്നത്? ഈ പ്രക്ഷോഭങ്ങൾക്കിടയിൽ ഇന്ത്യ പ്രതിക്കൂട്ടിലാകുന്നത് എന്തുകൊണ്ട്? ഈ വീഡിയോയിലൂടെ നാം അന്വേഷിക്കുന്നത് ബംഗ്ലാദേശിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളും അത് ഇന്ത്യയുടെ സുരക്ഷയെ എങ്ങനെ ബാധിക്കും എന്നതുമാണ്. വരൂ നമുക്ക് നോക്കാം. ഡിസംബർ 12 ഉച്ചയ്ക്ക് 2:25 തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ തുടക്കം കുറിക്കവെയാണ് മുഖംമൂടി ധരിച്ചെത്തിയ അക്രമികൾ ഹാദിക്ക് നേരെ നിറയൊഴിച്ചത്. തലയ്ക്ക് മാരകമായി പരിക്കേറ്റ ഹാദിയെ സിംഗപ്പൂരിലേക്ക് മാറ്റിയെങ്കിലും ഡിസംബർ 18 അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. ഹാദിയുടെ മരണം സ്ഥിരീകരിച്ചതോടെ ധാക്ക ഒരു യുദ്ധക്കളമായി മാറി. പ്രക്ഷോഭകാരികൾ മാധ്യമ ഓഫീസുകൾക്ക് തീയിട്ടു. പ്രമുഖ പത്രങ്ങളായ ഡെയിലി സ്റ്റാർ, പ്രോദ മാംലോ എന്നിവയുടെ ഓഫീസുകൾ ആക്രമിക്കപ്പെട്ടു. മാധ്യമങ്ങൾ ഇന്ത്യയെ അനുകൂലിക്കുന്നു എന്നാരോപിച്ചായിരുന്നു ഈ ആക്രമണം. പ്രക്ഷോഭകാരികളുടെ പ്രധാന മുദ്രാവാക്യങ്ങൾ ഇന്ത്യക്കെതിരെയായിരുന്നു. ഹാദിയുടെ കൊലയാളികൾ ഇന്ത്യയിലേക്ക് കടന്നു എന്ന പ്രചാരണം കാട്ടുതീ പോലെ പടർന്നു. ഇന്ത്യൻ ഹൈക്കമ്മീഷന് നേരെ മാർച്ച് നടന്നു. ചിറ്റഗോങ്ങിലെ ഇന്ത്യൻ അസിസ്റ്റന്റ് കമ്മീഷൻ ഓഫീസിന് നേരെ കല്ലേറുണ്ടായി. വെറുമൊരു വിദ്യാർത്ഥി നേതാവായിരുന്നില്ല ഹാദി. 2024 ഷെയ്ഖ് ഹസീനെ പുറത്താക്കിയ പ്രക്ഷോഭത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്ന ഹാദി ഇന്ത്യയുടെ ആധിപത്യത്തിനെതിരെ നിരന്തരം സംസാരിച്ചു. അദ്ദേഹം പങ്കുവച്ച ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന മാപ്പ് ഇന്ത്യയെ പ്രകോപിപ്പിച്ചിരുന്നു. ഇന്ത്യയുടെ 7 സിസ്റ്റേഴ്സ് സംസ്ഥാനങ്ങളും പശ്ചിമ ബംഗാളും ഉൾപ്പെടുന്നതായിരുന്നു ഹാദിയുടെ സ്വപ്നത്തിലെ ബംഗ്ലാദേശ്. ഈ തീവ്ര ദേശീയവാദം ബംഗ്ലാദേശിലെ യുവാക്കൾക്കിടയിൽ അദ്ദേഹത്തിന് വലിയ സ്വാധീനം നൽകി. അതുകൊണ്ട് തന്നെ ഹാദിയുടെ മരണം ഒരു ബലിദാനമായി ചിത്രീകരിക്കപ്പെട്ടു. ബംഗ്ലാദേശിലെ ഈ അസ്ഥിരത ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സുരക്ഷാ ഭീഷണിയാണ്. എന്തുകൊണ്ടാണ് ഈ സാഹചര്യം ഇന്ത്യയെ ആശങ്കയിലാഴ്ത്തുന്നത്? ഇന്ത്യയുമായി ഉദ്ദേശം 4000 കിലോമീറ്ററിലധികം അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. അവിടുത്തെ അരാജകത്വം ഇന്ത്യയിലേക്കുള്ള നുഴഞ്ഞുകയറ്റത്തിനും കള്ളക്കടത്തിനും വഴിയൊരുക്കാം എന്നതാണ് സാഹചര്യം. ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകിയ ഇന്ത്യയോടുള്ള വിരോധം ബംഗ്ലാദേശിലെ ജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. അവിടെ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സ്ഥാപനങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ഇതിൻ്റെ തെളിവാണ്. ഹാദിയെ പോലുള്ള നേതാക്കളുടെ മരണം ബംഗ്ലാദേശിലെ തീവ്ര മതമൗലികവാദ ഗ്രൂപ്പുകൾക്ക് ശക്തി പകരുന്നു. ഇത് ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ സമാധാനത്തെ തന്നെ ബാധിച്ചേക്കാം എന്നാണ് സുരക്ഷാ ഏജൻസികൾ നൽകുന്ന മുന്നറിയിപ്പ്. നിലവിലെ അക്രമ സംഭവങ്ങളെ തുടർന്ന് ബംഗ്ലാദേശിലെ വിസ സേവനങ്ങൾ ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ഇത് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വ്യാപാരത്തെയും ജനസമ്പർക്കത്തെയും വലിയ തോതിൽ ബാധിക്കുമെന്നതിനാൽ ബന്ധങ്ങൾ സങ്കീർണമാവാനാണ് സാധ്യതയും. ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ തലവൻ മുഹമ്മദ് യൂനസ് ജനങ്ങളോട് ശാന്തരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഹാദിയുടെ കൊലയാളികളെ പിടികൂടുന്നതുവരെ പിന്നോട്ടില്ലെന്നാണ് പ്രക്ഷോഭകാരികളുടെ നിലപാട്. ഈ കൊലപാതകം ഒരു രാഷ്ട്രീയ അസ്ഥിരതയ്ക്കപ്പുറം ദക്ഷിണേഷ്യൻ നയതന്ത്ര ബന്ധങ്ങളെ തന്നെ മാറ്റിയെഴുതാൻ പോകുന്നതാണ്. ബംഗ്ലാദേശ് കത്തുമ്പോൾ അതിൻ്റെ ചൂട് ഇന്ത്യയിലേക്കും എത്തുന്നു. അയൽ രാജ്യത്തെ സമാധാനം ഇന്ത്യയുടെ കൂടി ആവശ്യമാണ്. എന്നാൽ മാറുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇന്ത്യക്ക് പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടി വരും. 1971 ബംഗ്ലാദേശിൻ്റെ രൂപീകരണത്തിന് സാക്ഷിയായ ചരിത്രം ഇന്ന് മറ്റൊരു വഴിത്തിരിവിൽ എത്തി നിൽക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യവും. ജയ് ഹിന്ദ്. ലോകരാഷ്ട്രീയവും പ്രതിരോധ തന്ത്രങ്ങളും ബിസിനസ് മാറ്റങ്ങളും എന്നിങ്ങനെ നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന നിർണായക ഘടകങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന വിശ്വസനീയമായ മലയാളം ചാനലാണ് ചാണക്യ. നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിനും ഞങ്ങളോടൊപ്പം ചേർന്ന് പരസ്യം നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 9947590027. മോഡലിംഗിനോടോ ആങ്കറിംഗിനോടോ താല്പര്യമുള്ള ആളാണോ നിങ്ങൾ? എങ്കിൽ ഇത് നിങ്ങളുടെ ചാൻസ് ആണ്. ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക 9947590027. പന്തളത്തിന് സമീപം താമസിക്കുന്നവർ മുൻഗണന.